നമസ്കാരം, ഞാൻ ഡോക്ടർ മുൻഷിദ, ആയുർവേദ ഡോക്ടറാണ്. പിന്നെ നമ്മളെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് വീഡിയോയില്. അപ്പൊ അവർക്ക് എന്തോ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് നമ്മളെ കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചു നോക്കാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് ജസ്റ്റ് സ്ലിപ്പ് ആവുകയോ വീയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കാലിലോ കയ്യിലൊക്കെ ഫ്രാക്ചർ വരുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ കൂടെ വേറൊരാള് നമ്മൾ അതേ അറ്റ് എ ടൈം വീണാലും ആ ആൾക്ക് അങ്ങനത്തെ ഇഷ്യൂസോ ഫ്രാക്ചറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആകുമ്പോൾ തന്നെ ഇപ്പോൾ കാലിലാണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു POP ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പിന്നെ പെയിനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറില്ല, അത് ഫ്രാക്ചറായി മാറി, പ്ലാസ്റ്റർ ഉണ്ട്, റെസ്റ്റ് എടുക്കേണ്ടൊക്കെ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് വരികയാണ്. അത് എന്തുകൊണ്ടായിരിക്കും, അതിന്റെ റീസൺ എന്ന് പറയും. നിങ്ങൾ ഇപ്പോൾ എടുത്ത എക്സ്റേയോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ റിപ്പോർട്ട്സ് ഉണ്ടോ കയ്യിൽ? അപ്പൊ നമ്മൾ ലാസ്റ്റ് എടുത്ത എക്സ്റേ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആക്ച്വലി കാലിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കേസസ് നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, എക്സ്റേ കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാല് ഇങ്ങനെ വരുന്നത് മെയിൻലി നമുക്കറിയാം കാൽഷ്യം ഉള്ള ഒരു കാര്യം, കാൽഷ്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളെ ബോണിന് ഫ്രാക്ചറും കാര്യങ്ങൾക്കൊക്കെ. അപ്പം കാൽഷ്യത്തിന്റെ ഈ ഒരു എക്സ്റേയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനും പറ്റുന്നുണ്ട് ഇവർക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് എന്താവുന്നത്, കാൽഷ്യം ഡെഫിഷ്യന്റ് ആവുമ്പോൾ ബോണിന്റെ സ്ട്രെങ്ത് കുറയുന്നതാണ് കേട്ടോ. അപ്പൊ ബോണിന്റെ സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ചെറിയൊരു അടി കിട്ടിയാൽ പോലും അവർക്ക് എന്താവും, ബോണിന്റെ ആ ഒരു ഇത് ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇവർക്ക് വേറെ എന്തൊക്കെ ലക്ഷണങ്ങൾ, അതായത് കാൽഷ്യം കുറഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉണ്ടോന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്ഷീണം തോന്നാറുണ്ടോ? എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ടയർഡ്നെസ് തോന്നലുണ്ട്. അതേപോലെ എന്റെ പല്ലിലൊക്കെ ചെറിയൊരു ക്യാവിറ്റീസ് പോലെ കളർ ചേഞ്ചസ് ഉണ്ട്. അതുപോലെ ഹെയർ ലോസ് വരാറുണ്ട്. ഹെയർ ലോസ് ഉണ്ട് കണ്ടോ, ഇതൊക്കെ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസീസ് കാണിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ വേദനയൊക്കെ ഭയങ്കര അസഹ്യമായിട്ട് വരാറുണ്ട്. ചില പെയിനൊന്നും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, ഇതൊക്കെ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസീസ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഇങ്ങനെയെല്ലാം ഉണ്ടാവുമ്പം ഉടനെ തന്നെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേ അങ്ങനെ ചെയ്യാം. കാരണം ബ്ലഡ് ടെസ്റ്റിൽ പൊതുവേ നമ്മൾ പറയുക കാൽഷ്യത്തിന്റെ ഒരു നോർമൽ വാല്യൂ പറഞ്ഞാൽ 8.5 to 10 ആണ് mg/dL ആണ് പറയാ. പക്ഷെ അത് ലബോറട്ടറീസിനനുസരിച്ചിട്ട് അത് മാറും. കാരണം നമ്മൾ റെഫറൻസ് റേഞ്ചസ് മാറാറുണ്ട്. എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നൊക്കെ നല്ലതായിരിക്കും. പിന്നെന്ന് പറയുന്നത് നമുക്ക് കാൽഷ്യം കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുഡിൽ കാൽഷ്യം ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. മെയിൻലി കാൽഷ്യം ഡെഫിഷ്യന്റ് ആവുന്ന ചിലരുടെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ വൈറ്റമിൻ ഡിയും കൂടെ അവർക്ക് ഡെഫിഷ്യന്റ് ആവും കേട്ടോ. കാരണം വൈറ്റമിൻ ഡി നമ്മൾ കാൽഷ്യമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ കാൽഷ്യം കുറയും. അതുപോലെ തന്നെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ ഒരു കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ശരീരം അത് ഏറ്റെടുക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ എന്താവും, ഇതുപോലെ തന്നെ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഫീൽ ചെയ്യും. പിന്നെ കാരണങ്ങൾ വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഡയറ്റ് തന്നെയാണ് കേട്ടോ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെയാണ്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞപ്പം ഏജ് ആവും തോറും നമ്മളുടെ ശരീരം കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കുറച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടോ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണത്താലും കാൽഷ്യം കുറയാം. അതും നമ്മൾ ശ്രദ്ധിക്കണം. റെഡി ആവാനുള്ള റീസൺ സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ ആയിട്ട് നമ്മൾ മെയിൻ ചെയ്യേണ്ടത് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. എന്തൊക്കെയാന്ന് വെച്ചാല് ഇപ്പൊ പാലിലാണ് ഏറ്റവും കൂടുതൽ കാൽഷ്യം ഉള്ളത്. അപ്പൊ പാല് പറയുമ്പോഴാണ് ഇപ്പൊ ചിലവർക്ക് പാല് പറ്റില്ല, പാല് ദഹിക്കാത്ത കണ്ടീഷനൊക്കെ വരും. അങ്ങനത്തെവർക്ക് നമുക്ക് പാല് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മെയിൻലി നമ്മൾ ഒരു നേരെങ്കിലും പാല് കുടിച്ചാൽ തന്നെ കാൽഷ്യത്തിന്റെ ആ ഒരു ഇത് കുറയും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലീഫി വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതായത് പച്ച ഇലക്കറികൾ അത് കഴിക്കാം. അതായത് അത് തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ കറിയാക്കിയിട്ടോ അങ്ങനെ കഴിക്കാം. വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. വൈറ്റമിൻസ് എപ്പോഴും ഉണ്ടാവുക വെജിറ്റബിൾസിലാണ്. അപ്പോൾ അതേപോലെ മിനറൽസും കാൽഷ്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ വെജിറ്റബിൾസിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. പിന്നെ എഗ്ഗ്, പിന്നെ ഉള്ളത് ഫിഷിൽ കാൽഷ്യം കൂടുതലുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചെയ്യുന്നത് വൈറ്റമിൻ ഡി നമുക്ക് കുറവായിട്ടാണല്ലോ കാൽഷ്യം കുറയുന്ന ഒരു കണ്ടീഷൻ, അങ്ങനെയും വരാം.
അപ്പൊ അതാണോ അല്ലേന്ന് നമുക്ക് അറിയണമെങ്കിൽ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ സൺലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ റെഡി ആവാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് പറയുന്നത് ഹൈപ്പോ കാൽസീമിയ എന്നാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണാം. ഇങ്ങനെ സിംറ്റംസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടറെ കാണാം, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കാം. അതായത് ചിലപ്പോൾ കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും. അപ്പം അതെടുക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി.